ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ്, ഇസ്രായേൽ എന്നിവരുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ചർച്ച പുനരാരംഭിച്ചതായി മുതിർന്ന ഹമാസ് നേതാവ് ബസാം നയീം 14 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ അടുത്തെത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം ഇസ്താംബൂളിൽ വ്യക്തമാക്കി. ശാശ്വത വെടിനിർത്തൽ, ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റം, ഗസയിൽ നിന്ന് പലായനം ചെയ്തവരെ തിരിച്ചുവരാൻ അനുവദിക്കുക തുടങ്ങി നേരത്തെ മുന്നോട്ട് വെച്ച സുപ്രധാന ആവശ്യങ്ങളിൽ ഹമാസ് ഉറച്ചു നിൽക്കും. എന്നാൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറേണ്ടതിന്റെ സമയക്രമത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊന്നും ഹമാസിന്റെ മുന്നിലില്ല. ഇസ്രായേലിന് ഉദ്ദേശമുണ്ടെങ്കിൽ കരാറുണ്ടാക്കുക വെല്ലുവിളിയല്ല. ആത്യന്തികമായി ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുകയും ഈജിപ്തുമായുള്ള റഫ അതിർത്തി അടിയന്തരമായി തുറക്കുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ഗസ ഭരണം സംബന്ധിച്ച് ഫതഹുമായി ഹമാസ് പരസ്പര ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഗസ ഭരണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാണ്. എന്നാൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പ്രതിരോധം അവസാനിപ്പിക്കില്ല. അധിനിവേശം ഏത് വിധേനയും ചെറുക്കാൻ ഫലസ്തീനികൾക്ക് അവകാശമുണ്ടെന്നും നയീം കൂട്ടിച്ചേർത്തു. US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഥാനി എന്നിവരുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചത്. വെടിനിർത്തൽ ഉറപ്പാക്കുക, ട്രംപ് പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്യും മുൻപ് ബന്ദികളെ മോചിപ്പിക്കുക എന്നീ കാര്യങ്ങളിലാണ് വിറ്റ്കോഫ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. താൻ അധികാരമേൽക്കുന്ന ജനുവരി 20 മുൻപ് ഗസയിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ ലോകത്തിന്റെയും ഇഷ്ടത്തിന് വിരുദ്ധമായി ബന്ദിയാക്കപ്പെട്ടവരെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ സംസാരം മാത്രമേയുള്ളൂ, നടപടി ഉണ്ടാകുന്നില്ല. 2025 ജനുവരി 20 മുൻപ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഇതിന് പിന്നിലുള്ളവർ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരാൾക്കും ഏൽക്കേണ്ടി വരാത്ത കഠിനമായ നടപടിയാകും ഉണ്ടാവുക. ഇപ്പോൾ തന്നെ ബന്ദികളെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചർച്ചകൾ തുടരുമ്പോഴും ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ്. തെക്കൻ ഗസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുകൂടാതെ വടക്കൻ ഗസയിൽ കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 30ഓളം പേർ കൊല്ലപ്പെട്ടു. ആശുപത്രി ജീവനക്കാരും രോഗികളുമാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും. വടക്കൻ ഗസയിൽ പ്രവർത്തിക്കുന്ന അപൂർവം ആശുപത്രികളിലൊന്നായിരുന്നു ഇത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഇന്തോനേഷ്യൻ മെഡിക്കൽ പ്രതിനിധി സംഘത്തെയും ഇസ്രായേൽ സൈന്യം പുറത്താക്കിയിട്ടുണ്ട്. ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 36 ആശുപത്രികളിൽ 17 മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത്. ആരോഗ്യ സംവിധാനങ്ങളുടെയും മരുന്നുകളുടെയും ഇന്ധനത്തിൻ്റെയും അഭാവം ആശുപത്രികളുടെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ 44,600 പേരാണ് ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവരുടെ എണ്ണം 1,06,000 ആയി. ഇവർക്ക് മതിയായ ചികിത്സ നൽകാനുള്ള സൗകര്യം നിലവിൽ ഗസയിൽ ഇല്ലാത്ത സ്ഥിതിയാണ്.